ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഞാൻ നിന്റെ സ്നേഹം തിരിച്ചറിയാൻ വൈകിപ്പോയി. ഇപ്പോഴും നീ മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളൂ. ഇപ്പോഴും നീ മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഈ പേഴ്സന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ, ഈ പേഴ്സന്റെ കറണ്ട് സിറ്റുവേഷൻ, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് നമുക്ക് നോക്കാം. ഒരു ലവ് മെസ്സേജ് ആണ് നമ്മൾ ഫസ്റ്റ് തന്നെ എടുത്തിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം എന്താണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, ദ കൺഫ്യൂഷൻ ആണ്. ഐ ഫീൽ അൺക്ലിയർ അബൌട്ട് വേർ വി സ്റ്റാൻഡ് എന്നാണ്. നമ്മൾ എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വളരെയധികം ആശയക്കുഴപ്പം വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു എന്താ പറയാ, ഒരു ലവ് മെസ്സേജ് ആണ് നമുക്ക് ആദ്യമേ തന്നെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് നന്നായിട്ട് വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും ഒരു പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ച ഒരു വ്യക്തിയാണ് ഈ പേഴ്സൺ. പക്ഷെ എന്തുകൊണ്ടോ അങ്ങനെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. പല കാരണങ്ങൾ കൊണ്ട്, പല സിറ്റുവേഷൻസ് കൊണ്ട് ഈ പേഴ്സണ് എന്തൊക്കെയോ നിങ്ങൾക്കിടയിൽ സംഭവിച്ചു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ സംഭവിച്ച കാര്യങ്ങൾ എന്തുകൊണ്ടാണെന്നൊക്കെ വിചാരിക്കുമ്പോൾ ഈ പേഴ്സണ് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻസ് വരുന്നുണ്ട്. ഓക്കെ, അതൊരു തേർഡ് പാർട്ടിയുടെ തന്ത്രമായിരിക്കാം. എന്താ പറയാ, ഒരു നെഗറ്റീവ് എനർജിയുടെ ഒരു തന്ത്രമായിരിക്കാം. ഇപ്പൊ നമുക്ക് ചില സമയത്ത് നമ്മൾ പറയില്ലേ, മര്യാദക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല, എല്ലാം ഒറ്റയടിക്ക് തകിടം മറിഞ്ഞു പോയി എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ രണ്ടുപേരും വളരെ മനോഹരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല, എല്ലാം കംപ്ലീറ്റ്ലി തകിടം മറിഞ്ഞു പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോ ഏത് സാഹചര്യത്തിലാണ് ചെന്നെത്തി നിൽക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വ്യക്തിക്ക് ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷൻസ് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷൻസ് ആണ് ഈ വ്യക്തിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഒരു മനോഭാവം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെൻ ഹോൾഡിങ് എ ഹാർട്ടാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണ് ഹൃദയം അത്രമേൽ മനസ്സിൽ കൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു പ്രണയം അത്രമേൽ മനസ്സിൽ കാത്തു സൂക്ഷിച്ച് കൊണ്ട് നടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിട്ടാണ് കാണിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ അറിയുകയുള്ളൂ. എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരുമായിട്ട് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ മാത്രമേ ഈ വ്യക്തിക്ക് അറിയത്തുള്ളൂ. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒരുപാട് പേരെ സ്നേഹിച്ചിട്ടുണ്ട്, ഒരുപാട് പേർക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് സ്നേഹം ഈ പേഴ്സൺ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നിങ്ങളെ കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ പേഴ്സൺ അത്രയും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നത് കൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒരുപാട് പണി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. പണി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ പാര പണിയുക. ഓക്കെ, മറ്റുള്ളവർ പാര പണിയുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പം എന്താന്ന് വെച്ചാൽ ഈ പേഴ്സന്റെ ആ ഒരു നിഷ്കളങ്കത, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ആ ഒരു സത്യസന്ധത, അതാണ് മറ്റുള്ളവർ മിസ്യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ ഇപ്പോഴും ഈ പേഴ്സൺ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ട. ഇപ്പോഴും ഈ പേഴ്സൺ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ വരവിനായി കാതോർത്തിരിക്കുകയാണ്, നിങ്ങളുടെ ഇമ്പോർട്ടൻസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നെക്സ്റ്റ് എനർജി കിട്ടിയിട്ടുള്ളത് ബൗണ്ടറീസ് ആണ്. ഇത് ഈ വ്യക്തിക്ക് ഈ ഒരു കാർഡ് നമുക്ക് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് എന്തുകൊണ്ടോ ഈ പേഴ്സൺ ഇപ്പൊ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വഴി എന്ന് പറയുന്നത് ബൗണ്ടറീസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവരുടെ മുന്നിൽ എപ്പോഴും ഒരു പരിധി, അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഒരു ലിമിറ്റ് വെക്കുമല്ലോ. നമ്മളിപ്പോ എല്ലാവരെയും കയറി അങ്ങോട്ട് സ്നേഹിക്കത്തില്ല, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ.
അപ്പോൾ നമ്മൾ എല്ലാവരിൽ നിന്നും ഒരു പടി അകന്ന് നിൽക്കും അല്ലേ? അതാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ നന്നായിട്ട് മറ്റുള്ളവരായിട്ട് എന്താ പറയുക, കുറച്ച് ഡിസ്റ്റൻസിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. കുറച്ച് ഡിസ്റ്റൻസ്, കുറച്ച് ഒരു ഡിസ്റ്റൻസ് വിട്ടിട്ട് അങ്ങനെയാണ് ഈ പേഴ്സൺ ഇപ്പം നിൽക്കുന്നത്. കാരണം അത് അനിവാര്യമാണ് എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും വേണ്ട ഒരു കാര്യമാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ വന്നിട്ടുള്ളത്. കാരണം അങ്ങനെ ഇനിയും നോക്കിയും കണ്ടും സൂക്ഷിച്ചും നിന്നില്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ നല്ല രീതിയിൽ പണി കിട്ടും എന്നുള്ള ഒരു എന്താ പറയുക, ഒരു തിരിച്ചറിവാണ് ഈ വ്യക്തിക്ക് വന്നിട്ടുള്ളത്. മുന്നോട്ട് പോകുമ്പോൾ മര്യാദക്ക് മുന്നോട്ട് പോയില്ലെങ്കിൽ നല്ല രീതിയിലുള്ള പണി കിട്ടാനായിട്ടുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്കിവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ തനിക്ക് വേണ്ടാത്ത ആൾക്കാർ, അല്ലെങ്കിൽ തനിക്ക് ശരിയല്ല എന്ന് തോന്നിക്കുന്ന ആൾക്കാർ, അത് ഇതിനോടകം പലവരുടെയും മുഖം മൂടി അഴിഞ്ഞു വീണിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നല്ലവരാണ് എന്ന് വിചാരിച്ചിരുന്ന ആൾക്കാരുടെയൊക്കെ പല മുഖം മൂടിയും ഇവിടെ അഴിഞ്ഞു വീണിട്ടുണ്ട്. അപ്പം അതിൻ്റെയും ഒക്കെ ഒരു ട്രാജഡിയാണ്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു തിരിച്ചടി, അല്ലെങ്കിൽ ഒരു നമ്മൾ പറയില്ല ഒരു തലക്കടി കിട്ടിയ പോലെ ആയിപ്പോയി ഇതൊക്കെ നമ്മൾ പറയില്ല, അതുപോലെ അത്രയും ഈ പേഴ്സൺ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് യഥാർത്ഥ ശത്രുക്കളെ തിരിച്ചറിഞ്ഞപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഈ പേഴ്സൺ എന്താ പറയാ, മറ്റുള്ളവരെ നിലക്ക് നിർത്തണം, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറച്ച് ഡിസ്റ്റൻസ് വിട്ട് നിർത്തണം എന്നുള്ള ഒരു തിരിച്ചറിവും മനോഭാവവുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അത് വേറൊന്നുമായിട്ടല്ല, ഈ പേഴ്സന്റെ സ്വന്തമായിട്ടുള്ള സേഫ്റ്റിക്ക് വേണ്ടിയും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പും വളരെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, കാത്തു സൂക്ഷിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ അങ്ങനെയെല്ലാം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങളായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ഈ പേഴ്സണ് എന്നെന്നും ഭയങ്കരമായിട്ട് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കണക്ഷനാണ്. അതായത് നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ പേഴ്സണ് ഒരു കുറച്ച് കാലഘട്ടത്തേക്കോ അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്കോ ഉള്ള കുറച്ച് നേരത്തേക്കുള്ള ഒരു കാര്യങ്ങളല്ല, ഒരിക്കലും അല്ല. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് അത്രയും കാത്തു സൂക്ഷിക്കണം എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സന്റെ മനസ്സിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു സ്ഥാനം ഉണ്ടാകും എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ട. നമുക്കിവിടെ കാണാൻ സാധിക്കും, ഒരു ചിലന്തി വലയാണ് കാണിക്കുന്നത്. അപ്പൊ ചിലന്തി വല എന്ന് പറയുമ്പോൾ, ചിലന്തി മീൻസ് എട്ടുകാലി, ഓക്കെ, സ്പൈഡർ. അപ്പോൾ ഒരു ചിലന്തി വല എന്ന് പറയുമ്പോൾ അത് ഭയങ്കരമായിട്ട് നമുക്ക് ഒരു ഇര അതിൽ വീണ് കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? ആ ഒരു സ്പൈഡർ വെബ് ഭയങ്കരമായിട്ട് നമ്മളെ ഒട്ടിപ്പിടിക്കും. അപ്പൊ അതുപോലെയാണ് നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത്. കാരണം അത്രയും ഒരു എന്താ പറയാ, അത്രയും ഒരു അടിത്തറയുള്ളൊരു സ്നേഹമായിരുന്നു നിങ്ങളുടേത്. അത് ആയിരുന്നു എന്നല്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്, ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് നമുക്കിവിടെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ ഈ പേഴ്സൺ കട്ട് ഔട്ട് ചെയ്തപ്പോൾ, അതായത് ഇപ്പൊ നിങ്ങളുമായിട്ട് ചെറിയ രീതിയിൽ നോ കോണ്ടാക്റ്റോ ബ്രേക്കപ്പിലേക്കോ ഒക്കെ പോയിട്ടുണ്ടാകണം. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേഷൻ അനുഭവിച്ചു, ഡെസ്പറേഷൻ അനുഭവിച്ചു, അതായത് സങ്കടം, വിഷമം, അത് തന്നെയാണ് നമുക്കിവിടെ ഇത് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സങ്കടം, വിഷമം ഈ പേഴ്സൺ നന്നായിട്ട് തന്നെ അനുഭവിച്ചു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അസസ് ദ സിറ്റുവേഷൻ ആണ്, അതായത് ഈ ഒരു സാഹചര്യത്തെ കുറിച്ചിട്ട് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പൊ നിങ്ങളായിട്ട് മിണ്ടാതിരിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ ഈ പേഴ്സൺ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇനി ഇങ്ങനെ മിണ്ടാതിരുന്ന് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിരുന്നത് കൊണ്ടോ വഴക്കിട്ട് മിണ്ടാതിരുന്നത് കൊണ്ടോ മുഖം വേർപ്പിച്ചിരുന്നത് കൊണ്ടോ പ്രത്യേകിച്ച് കാര്യമില്ല. അതായത് നന്നായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം, ഈ ഒരു കണക്ഷൻ വളരെ മനോഹരമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞ് സംസാരിച്ച്, മനസ്സ് തുറന്ന് സംസാരിച്ച് ആ ഒരു കാര്യങ്ങൾ, ഓക്കെ, ആ ഒരു കാര്യങ്ങൾ പറഞ്ഞ് തീർക്കണം എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അസസ് ദ സിറ്റുവേഷൻ ആണ്. ഇപ്പോൾ നിങ്ങളുമായിട്ട് വഴക്കിട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്ത് കാരണം കൊണ്ടാണ്, ആര് കാരണം കൊണ്ടാണ്, എന്താണ് അതിന്റെ സാഹചര്യം, എന്താണ് അതിന്റെ സത്യാവസ്ഥ, അതിനെക്കുറിച്ചാണ് ഈ പേഴ്സൺ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ചിന്തിക്കൽ മാത്രമല്ല, അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുക, അതാണ് ഈ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതാണ് അസസ് ദ സിറ്റുവേഷൻ. ആ ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ട് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്.
ആൻഡ് ഓൾസോ ഇറ്റ്സ് ദ ടൈം ഫോർ ഹീലിംഗ് നോട്ട് വാർ എന്നാണ് അത്. അതായത് ഈ പേഴ്സൺ ഇപ്പം ഒരുപക്ഷെ ഭയങ്കരമായിട്ട് തല്ല് പിടിക്കാനൊക്കെ ആയിരിക്കും, നിങ്ങളുമായിട്ട് വാക്ക് തർക്കത്തിൽ ഏർപ്പെടാനും നിങ്ങളെ വേദനിപ്പിക്കാൻ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാശി തീർക്കാം. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും വാശി കാണിച്ചു കഴിഞ്ഞാൽ തിരിച്ചതുപോലെ തന്നെ വാശി ഈ പേഴ്സണും കാണിക്കാം. അപ്പോൾ അതിനായിരുന്നു കൂടുതലും പ്രാധാന്യം കൊടുത്തിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹീലിംഗ് ആണ്. അപ്പോൾ ഹീലിംഗ് എന്ന് പറയുന്നത് സമാധാനത്തിന്റെ പാതയിലേക്ക് പോവുക എന്നുള്ളതാണ്. തല്ല് പിടിക്കാതെ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ സമാധാനത്തിന്റെ ഒരു പാതയിലൂടെ മുന്നോട്ട് പോവുക. അപ്പോൾ സമാധാനമാണ് ഇപ്പോൾ വേണ്ടതെന്നും യുദ്ധം ചെയ്യാനുള്ള ഒരു സമയമല്ല, യുദ്ധം ചെയ്യുകയല്ല വേണ്ടതെന്നും സമാധാനമാണ് വേണ്ടതെന്നുമാണ് ഈ പേഴ്സൺ പറയുന്നത്. ഓക്കെ, യുദ്ധമല്ല ചെയ്യേണ്ടതെന്നും സമാധാനമാണ് വേണ്ടതെന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് ഒരു സമാധാനപരമായിട്ടുള്ള എനർജിയിലേക്കാണ് ഈ പേഴ്സൺ വരാൻ ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് താല്പര്യപ്പെടുന്നത്. ഓക്കെ, യുദ്ധമെല്ലാം അവസാനിപ്പിക്കുക, പ്രശ്നങ്ങൾ, തല്ലുപിടുത്തം, വാക്ക് തർക്കം, അതെല്ലാം, സംശയരോഗങ്ങൾ, അതെല്ലാം അവസാനിപ്പിക്കുക. കാരണം അതുകൊണ്ടൊന്നും നേടിയെടുക്കാനില്ല. അപ്പോൾ എന്താ പറയാ, സമാധാനത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് പോയിട്ട് സമാധാനപരമായിട്ടുള്ള ജീവിതത്തിലേക്ക് നമുക്ക് ചേക്കേറാം എന്നുള്ളൊരു ചിന്തയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ അവസ്ഥ. സോ പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ കൊടുക്കുന്നുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.